അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനും മോളും കൂടെ ഒരു മഴക്കാലത്ത് നാട്ടിൽ പോവാട്ടോ. സാധാരണ ഞാൻ ചെന്നൈയിൽ നിന്ന് 4:30 ട്രെയിനിന് കയറും. അത് രാവിലെ ഒരു 2:30 മണിക്കാണ് തിരൂരെത്തുക. അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി കാണലൊന്നും നടക്കലില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല, നല്ലോണം ആസ്വദിച്ചു. നാട്ടിൽ വന്നിട്ട് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ മഴയോട് ഓട്ടോയിൽ കയറി. ഓട്ടോ കയറിയിട്ട് 5 മിനിറ്റ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. നല്ല ശുഭം തുടക്കം, സൂപ്പറായിട്ട്. ഇതാണ് ഓട്ടോൻ്റെ ഉള്ളിൽ പോസ്റ്റ് ആവുക. അങ്ങനെ കുറച്ച് നേരം ഓട്ടോൻ്റെ ഉള്ളിൽ പോസ്റ്റായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ലോണം മഴയൊക്കെ എൻജോയ് ചെയ്ത്, രണ്ടാളുടെയും ഡ്രസ്സ് ഫുള്ള് നനഞ്ഞു. അത്രയ്ക്ക് മഴയായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. മഴ ആയിക്കഴിഞ്ഞാലുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഈയമ്പാറ്റകൾ ഉണ്ടാവുമല്ലോ. കാണിച്ചാൽ ഇത് കണ്ടോ, ഫുള്ള് ഈയമ്പാറ്റകളാണ്. ഇതിന് ആദ്യം നേരെയാക്കിയാൽ ബാക്കി പണികൾ നടക്കും. ഇപ്പോൾ ഇവിടെ സമയം 8:45 കേട്ടോ. പക്ഷേ ഭയങ്കര ഇരുട്ട്, ഭയങ്കര മഴ കണ്ടോ. കുറേ കാലമായി നല്ല ഒരു മഴക്കാലത്ത് നാട്ടിൽ വന്നിട്ട്. 1 വർഷത്തിൽ മുകളിലായി മഴക്കാലത്ത് നാട്ടിലുണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചെന്നൈയിലും കുറേശ്ശൊക്കെ മഴ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ മഴ കൊള്ളണതിൻ്റെ ആ ഒരു ഫീലുണ്ടല്ലോ. നമ്മളുടെ നാട്ടുവഴികളും നിറച്ച് മരങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു മഴ കൊള്ളണ ആ ഒരു സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടില്ല. സംഭവം ഇങ്ങനെയൊക്കെ പറയിച്ചാലും ഞാൻ നാളെ മിക്കവാറും പനി പിടിച്ച് കിടക്കും. എന്നാലും വേണ്ടില്ല, മഴ കൊണ്ടിട്ടാണല്ലോ. ദിവസം മുന്നേ ഞാൻ വന്നപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? മാങ്ങ പൊട്ടിക്കണതും. ഇപ്പം മാങ്ങയില്ല, തേങ്ങയില്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് മഴ മാത്രമാണ്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് എൻജോയ് ചെയ്യുക. അതുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ മാങ്ങ പൊട്ടിക്കലോടുകൂടി അച്ഛൻ ഫേമസ് ആയിട്ടോ. രാവിലത്തെ പെരാപെരുമഴ കഴിഞ്ഞിട്ട് ലേശം വെയിൽ വന്നേ. ഇപ്പം കണ്ടോ, ഉച്ചയ്ക്ക് 1:30 മണി. ഇങ്ങോട്ട് നോക്കിയേ, ഇതോ പൊരിഞ്ഞ മഴ. കൊതുകടി ഉണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അതർവൈസ് സൂപ്പർ. കാണാണ്ടോ മഴ വീണത്? പിന്നെ എന്താണെന്നറിയോ, ഇവിടെ നിറച്ച് മരങ്ങളല്ലേ. അപ്പോൾ മഴ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് സമയമാവും. നല്ല മഴ. നല്ല രസമല്ലേ ഇങ്ങനെ ഉമ്മർത്തിരുന്ന് മഴ കാണുക, ചായ കുടിക്കുക, കസിൻസൊക്കെ ഉണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അടിപിടി കൂടുക. അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റുമായിരുന്നു. കണ്ടോ, മഴയത്ത് കുറേ കുട്ടിക്കൂട്ടങ്ങൾ വരുന്നുണ്ട്. 1, 2, 3, 4 ഒരു കുട കീഴിലാണല്ലോ വരുന്നത്. കുടല്ലേ മക്കളെ? കയറി വരൂ മക്കളെ. കുട ശരിക്കും വെക്കൂ. വേണ്ട, നാളെ ഉണ്ടാക്കും. ഇതാണ് ചക്ക വരട്ടുക. അവിടെ മൈ ഗ്രേറ്റ് ഫാദർ ചക്ക വരട്ടിയിട്ട് അച്ഛനൊന്നും പറയാൻ സമ്മതിക്കില്ല. മൈ ഗ്രേറ്റ് ഫാദർ ചക്ക വരട്ടിയിട്ട് നാളെ ചക്ക കൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ഞാനല്ലാട്ടതൊക്കെ ചെയ്യണത്, അച്ഛൻ ചെയ്തത് ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നു എന്ന് മാത്രം. ഈ ഈയാമ്പാറ്റകൾ കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുങ്ങൾ ഭയങ്കര ഡിസൈനിൽ കിടക്കണത് കാണിച്ചിട്ടുണ്ടോ? ഭയങ്കര പൂവിൻ്റെ ഷേപ്പിലൊക്കെയാണ് കിടക്കണത്. ഇത് കണ്ടില്ലേ, നിറച്ചുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ നാള്, അതായത് ചതയത്തിൻ്റെ അന്ന് ഞാൻ നാട്ടിലുണ്ടാവണതും അമ്പലത്തിൽ പോണതും. ഈ പായസം കിട്ടും, അച്ഛന് കടകളുള്ള കാരണം. പക്ഷേ ഇന്നത്തെ പായസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ മലയാള മാസം നാളാണ് ചതയം. അപ്പോൾ അതൊരു സ്പെഷ്യൽ പായസമാണ് എനിക്ക്. അപ്പോൾ നമ്മളിതാ ഞാൻ
മാവ് ഇങ്ങനെ കട നിങ്ങളെല്ലാരും കൂടെ പായസം കഴിക്കാൻ പോവാണ്. ബാക്കിയുള്ളവരൊക്കെ എടുത്ത് കഴിച്ചോട്ടാ. അപ്പൊ പായസം കഴിച്ചിട്ട് കാണാം. പിള്ളേരെല്ലാവരും കൂടെ വീട്ടിലുണ്ടായത് പ്രമാണിച്ചിട്ട് അച്ഛൻ അട ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാട്ടോ. അല്ലെങ്കിലും പണ്ടേ നമുക്ക് കഴിക്കാനേ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ ഇട കൊത്തിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോ എവിടെ പോവാണ്? കുളത്തേക്ക് പോവാണ്. പിള്ളേരുടെ വികൃതി കാരണം ഒരു വടി എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഒറ്റൊന്നും കുളത്തുനിന്ന് കേറില്ല. നാട്ടിൽ വന്നുള്ള കുറേ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണിതാ പിള്ളേരെയും കൂട്ടിയിട്ട് കുളത്തേക്ക് വരിക. ഇപ്പൊ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്, സംഭവം സൂപ്പറാട്ടോ. പിള്ളേരുടെ കൂടെ കുളത്തിൽ വന്നതാണ്, പക്ഷെ അവസാനം കുളിച്ചത് ഞാനായിപ്പോയി. വെറുതെ കരക്കിരുന്നതിന്റെ മേത്ത് മൊത്തം വെള്ളമാക്കി. സലീം കുമാറിന്റെ ഒരു കുടം വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതുമാതിരി കാണിച്ചതേ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുളത്തിൽ കുളിച്ചത്. ബാക്കി ഒറ്റൊന്നും കയറിയിട്ടില്ല കേട്ടോ, ഞാൻ മാത്രം നല്ല അമ്പലക്കുളത്ത് പോയി വന്ന് അവിടെ വെള്ളത്തിൽ കുറേ കാലയിൽ കുളിച്ചിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര ഉറക്കം, നല്ല മഴയും. നീച്ചപ്പോഴേക്ക് അച്ഛൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ തിന്നു കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് തിന്നാം. അങ്ങനെ ആ പരാവരി മഴയത്ത് ചായയും അടയും കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി. നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല മൂവാണ്ടമാങ്ങ കൊണ്ടുവരണേന്ന് കുറേ പ്രാവശ്യമായിട്ട് ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നേ. പക്ഷേ എന്ത് ചെയ്യാം മോളെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മാങ്ങ ഇല്ല, മഴ പെയ്തതോടുകൂടി മാങ്ങയൊക്കെ തീർന്നു. മാത്രമല്ല കിട്ടണ മാങ്ങലത്തെ പകുതിയും ജന്തുക്കളും ഒത്തിയതു ആവും. ഇനി അഥവാ അതും കഴിഞ്ഞ് 2 കിട്ടിക്കഴിഞ്ഞാൽ അത് പിള്ളേരെടുത്തോണ്ട് പോകും. നമ്മളുടെ ഈ മഞ്ചാടിക്കുരില്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ മഞ്ചാടിക്കുരുണ്ട്, കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആവും എന്നറിയില്ല. ഇതിൻ്റെ ഇടയിൽ മഴയും പെയ്യുന്നുണ്ട്. എവിടെ പോയി ഇതാ ആ റെഡ് കളർ കാണാണ്ടോ? അത് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, പക്ഷെ കണ്ടോ എന്ത് രസം നിൽക്കണതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പോയാൽ കുറേ പെറുക്കാൻ കിട്ടും, പക്ഷേ മഴയാണ്, പിന്നെ മൊത്തം പന്തക്കാടാണ് കണ്ടോ. അപ്പോൾ അത് കാരണം ഒരു ചെറിയ പേടി. സംഭവം സൂപ്പറല്ലേ. നേരത്തെ പിള്ളേരൊക്കെ കൂടെ കുളത്ത് കിടന്ന് കളിച്ചത് കണ്ടില്ലേ, ഞാനും. അത് പോരാഞ്ഞിട്ട് പിറ്റത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെയും കുളത്ത് പോയി. അതും ദാ ഇങ്ങനെ മഴയുള്ള സമയത്ത്. ഇന്നലെ കുളത്തിൽ വന്നിട്ട് ഒരു മണിക്കൂർ മറിഞ്ഞത് പോരാഞ്ഞിട്ട് ഇന്നും വരണം എന്ന് പറഞ്ഞത് കണ്ടോ, നല്ല മഴ. ഈ മഴയത്ത് പിന്നെയും പിള്ളേരെയും കൊണ്ട് വന്നതാണ്. അവസാനം ഒന്നും ഇനി ചീത്ത കേട്ടാലേ കയറുന്ന തോന്നണം. പിള്ളേർക്ക് പിന്നെ ഞാൻ തലങ്ങും വിലങ്ങും വീഡിയോ എടുത്തു കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ചെന്നൈയിൽ വന്നിട്ട് വേണം ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെള്ളത്തിൽ കിടക്കണതും നീന്തണതും പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് അവർക്ക് മെയിനാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അസൂയ സഹിക്കാൻ പറ്റാണ്ട് ഞാനും പിന്നെയും ഒന്നിറങ്ങി. അങ്ങനെ ഈ വെക്കേഷൻ്റെ സന്തോഷങ്ങളൊക്കെ തീർന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വെക്കേഷന് ഇങ്ങനത്തെ കാഴ്ചകളാണ്. കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് മാത്രമല്ലേ വെള്ളം ഉണ്ടാവും, മഴ ഉണ്ടാവും, അല്ലാത്തപ്പോഴൊന്നും അധികം വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ അടുത്ത വെക്കേഷൻ കാണാം.
ബൈ.